സോ വീക്കിലി അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ വീക്ക് നല്ലൊരു മാർക്കറ്റ് ആയിരുന്നു അല്ലെ, നല്ല രീതിയിൽ നമ്മുടെ പ്ലാൻസ് എക്സിക്യൂഷൻ ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമുക്ക് അല്ലെ, പ്രോപ്പറായിട്ട് കൺഫർമേഷൻ കിട്ടിയിട്ട് SL മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പോൾ പ്ലാൻസ് എല്ലാം നല്ല പ്ലാൻസ് ആയിരുന്നു. ഒരു ദിവസം പ്ലാൻ ഉണ്ടായിരുന്നില്ല അല്ലെ, ലാസ്റ്റ് ഡേ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത ആഴ്ച എന്ത്, ഇപ്പൊ എല്ലാവരും അടുത്ത ആഴ്ചത്തേക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്ന അറിയാൻ വേണ്ടി ആയിരിക്കുള്ളൂ അല്ലെ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ക്ലാരിറ്റി ട്രേഡിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഓവറോൾ നോക്കേണ്ട ഒരു ദിവസമാണ്. ഓരോ ആഴ്ചയിലും നിങ്ങൾ റിവ്യൂ ചെയ്താലാണ് നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്, എത്രത്തോളം ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ആ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്കിന്ന് നോക്കാം. സോ ഇതിൽ പറയാനുള്ള കാര്യം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ 5 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ലോസ് എത്രയാണ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എത്ര റിസ്ക് റിവാർഡാണ് നിങ്ങൾക്ക് ആവറേജ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, ഓവറോൾ നിങ്ങൾ ഇമോഷണലി എവിടെയൊക്കെ ഡാമേജ് നിങ്ങൾക്ക് സംഭവിച്ചു. ഒരു ട്രേഡിൽ മാക്സിമം എടുത്തിട്ടുള്ള ലോസ് ആൻഡ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിൽ ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. സോ നമുക്ക് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് സിസ്റ്റം ഉണ്ട്, റൂൾ ഉണ്ടെങ്കിൽ ആ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. സോ നമ്മുടെ മാസ്റ്റർ ക്ലാസ് സീരീസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓരോ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെയാണ് നമ്മളുടെ ഈ പറയുന്ന വീക്കിലി അനാലിസിസിലേക്ക് ക്ലബ് ചെയ്യുക, ഡെയിലി ട്രേഡിലേക്ക് നമ്മൾ ക്ലബ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ പ്രോപ്പർ സ്റ്റഡീസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാവും? സോ മാസ്റ്റർ ക്ലാസ് സീരീസ് കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യുക, വാച്ച് ഔട്ട് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെ നിങ്ങൾ ഡെയിലി അനാലിസിസിൽ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഇവിടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. സോ അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ബാ. അനാലിസിസ് വീഡിയോയിൽ നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് സ്ട്രക്ചർ. ബാങ്ക് നിഫ്റ്റി അതേപോലെ വെയിറ്റേജ് സ്റ്റോക്സും നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇൻഡെക്സിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ വീക്കിലി അനാലിസിസ്, വീക്കിലി കണ്ടീഷൻസ് എന്താണെന്നുള്ളതും മേജർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് എവിടേക്കാണുള്ളത് എന്നുള്ളതും, അത് ഹൈ ടൈം ഫ്രെയിമിൻ്റെ ഒരു അനാലിസിസ് മുതൽ നമ്മൾ ലോ ടൈം ഫ്രെയിം വരെ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രേഡ് പ്ലാനും നമ്മളിതിൽ എടുക്കുന്നുണ്ട്. സോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും. മാർക്കറ്റ് സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് കണ്ടീഷൻ നമ്മൾ അഗ്രസീവ് അല്ല, ക്യാൻഡിൽ ക്ലോസ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ സ്ട്രക്ചർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അതുപോലെ തന്നെ സ്റ്റോക്സ് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഈ ബാങ്ക് നിഫ്റ്റിയിലൊരു പ്ലാൻ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റോക്സിലേക്ക് വരുന്നു. വെയിറ്റേജ് സ്റ്റോക്സിൽ ഞാൻ ടോട്ടലി 2ലുള്ള ടോപ്പ് 5 സ്റ്റോക്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എന്താ പ്രോപ്പറായിട്ടൊരു പ്ലാൻ നമുക്കിവിടെ എടുക്കാം. അപ്പോൾ ഇതിൽ ഓവറോൾ ഇവരെല്ലാവരുടെയും ഡയറക്ഷൻ എങ്ങനെയാണ്, ഹൈ ടൈം ഫ്രെയിം ഡയറക്ഷൻ, അതേപോലെ 15 മിനിറ്റിലെ പ്ലാൻ എല്ലാം സിമിലാരിറ്റി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണോ, ഇനിയൊരു ഡിപ്പിന് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ കൺഫർമേഷൻ എടുക്കാം. അത് മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. സോ ഇതൊരു 2 വീഡിയോ ആയിട്ടായിരിക്കും വരിക. കാരണം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ പറയുന്നതുകൊണ്ട് തന്നെ ടൈം അധികം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും ചാറ്റിലേക്ക് പോകാം. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കാം, വീക്കിലി അനാലിസിസ് ഈ ഒരു 4 കാര്യങ്ങളാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാനിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് അതിനെ വീക്കിലി മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ വീക്കിലി എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ വീക്കിലി നോക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പ്രോപ്പറായിട്ട് വീക്കിലിയിൽ ഇത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നിങ്ങളപ്പോൾ എപ്പോഴും ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് ബെറ്റർ. നിങ്ങളിവിടെ എന്തെങ്കിലും മെൻഷൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഇതെന്താണ്, ഇലക്ഷൻ്റെ മൂവ്മെൻ്റ് ആണ്. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, പ്രോപ്പറായിട്ടൊരു ഡയറക്ഷൻ തന്നു, എഗെയിൻ ലോ ക്രിയേറ്റ് ചെയ്തിട്ട്. സോ ഇതെന്താണ്, ഈ കറൻ്റ്ലി ഉള്ള ഈ ഒരു പുഷിൻ്റെ ഇക്വിലിബ്രിയാണ്, ഈ ടോട്ടലി വന്നിട്ടുള്ള ഈ ഒരു മൊമെൻറ്റത്തിൻ്റെ ഇക്വിലിബ്രിയാണ് ഈ പറയുന്ന സോൺ എന്ന് പറഞ്ഞത്. കണ്ടോ, ഇക്വിലിബ്രിയാണ്. സോ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ. അപ്പോൾ വീക്കിലി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷായിട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുമാത്രമല്ല മാർക്കറ്റിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിൽ, ഇതുവരെ ഇല്ലാത്തൊരു സ്ട്രോങ് ക്യാൻഡിലാണ് ഈ ഒരു കഴിഞ്ഞൊരു വീക്കിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ ഒരു റേഞ്ചിലായിരുന്നു. സോ ക്ലാരിറ്റി ഉള്ള സമയത്ത്, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്യുക. അടുത്തൊരു ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക്
ക്ലാരിറ്റി കിട്ടി വരും. അപ്പോൾ ഒരു പിക്ചർ എപ്പോഴും നിങ്ങൾ മൈൻഡിൽ കാണും, എവിടേക്കാണ് ബൈയിങ് അല്ലെങ്കിൽ സെല്ലിങ് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. സോ ഇതൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് അല്ലേ, ഇത് ന്യൂസ് ബേസ്ഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. സോ അതിനുശേഷം ബാങ്ക് നിഫ്റ്റി എന്താണ് ചെയ്തിട്ടുള്ളത്, ബാങ്ക് നിഫ്റ്റി അതിന് ശേഷം പ്രോപ്പറായിട്ട് ഒരു ഇൻറ്റേർണലി മൂവ്മെൻറ്റ് അല്ലേ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ഡൗൺ സൈഡിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് തന്നിട്ടുള്ള ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. ഇവിടെയാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റാം. സോ ഒരു സപ്ലൈ നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ ഒരു മേജർ സപ്ലൈ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും വലിയൊരു ഇമ്പൾസീവ് മൂവിന് ശേഷം മാർക്കറ്റിനുള്ളിലുള്ള ഇൻറ്റേർണലി ഉള്ള മൊമെൻറ്റത്തിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്ലൈ എന്ന് പറയുന്നത് ഇതാണ്. എന്ത് സപ്ലൈ, നമുക്കൊരു റെഡ് കളർ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ലെവലിലേക്ക്, അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ വീക്കിലി സോണിൽ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, മാർക്കറ്റ് ഇവിടെ വരെ എത്തണം. ഇതാണ് നമ്മുടെ വീക്കിലി ടാർഗറ്റ് സോൺ അല്ലേ, ഈ ഒരു ലെവലാണ് വീക്കിലി ടാർഗറ്റ് സോൺ. സോ അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തണമെങ്കിൽ ഈ പറയുന്ന സപ്ലൈയിൽ ചിലപ്പോൾ ഒരു ബുൾ ബാക്ക് അല്ലെ, താഴേക്കൊരു ചെറിയൊരു ബുൾ ബാക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക അല്ലേ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ റിയാക്ഷൻ ഒരു റിജക്ഷൻ ഉണ്ടാവും, പക്ഷേ നമുക്ക് അതങ്ങനെ കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക് ഔട്ട് പ്രോപ്പറായിട്ട് ഈ മൂമെൻറ്റത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് മൂവ്മെൻറ്റിന് ശേഷം സോ ഇവിടെ വളരെ ചെറിയ വോളിയത്തിലാണ് മാർക്കറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, എഗെയിൻ നല്ലൊരു സെൽ ഓഫ് തന്നു, എഗെയിൻ നല്ലൊരു ബൈയിങ് അവിടെ കാണാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ 4 ഹവറിലേക്ക് 1 അവർ ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്ത് വരാം. സോ 4 ഹവറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു റേഞ്ച് ആയിരുന്നു, ഇവിടെ നോക്കി, അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർ റേഞ്ച് ആയിരുന്നു മാർക്കറ്റ് അല്ലേ. അപ്പോൾ 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം സോ ഇതൊരു ഒറ്റ പുഷാണ്, അതൊക്കെ ഇൻസൈഡാണ് അല്ലേ, മാർക്കറ്റ് ഇവിടേക്ക് ഇൻസൈഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 4 ഹവറിൻ്റെ കണ്ടീഷനിലാണ് ശരിക്കും മാർക്കറ്റ് ഇന്ത്യയിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടോ, ഇവിടെ നിന്നൊരു ഇക്വിലിബ്രിയത്തിലേക്ക് വന്ന് ഈ ഒരു എക്സാക്റ്റ് സോണിലേക്ക് വന്നിട്ട് മാർക്കറ്റ് കണ്ടിന്യൂഷൻ തന്നിട്ടുള്ളത്, മനസ്സിലായോ. അപ്പോൾ അത് ഇന്ത്യയിലുള്ള ഉള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ കൺഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കറൻ്റ്ലി നമുക്ക് ഡെയിലി നോക്കുകയാണെങ്കിൽ ഡെയിലിയുള്ള സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി, മേജർ ആയിട്ടുള്ള ലെവൽ നമുക്ക് മനസ്സിലായി. കറൻ്റ്ലി സപ്ലൈ സോണിലാണ് നിൽക്കുന്നതെങ്കിലും സ്റ്റോക്ക് ഇവിടെയാണ് നമ്മൾ സ്റ്റോക്കിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ അനാലിസിസും കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു ഡയറക്ഷൻ നമുക്ക് കൺഫേം ആവും, മനസ്സിലായോ. അതിനാണ് നമ്മൾ വെയിറ്റേജ് സ്റ്റോക്സും കൂടെ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിജക്ഷൻ ഉണ്ടാവോ ബൈയിങ് ഉണ്ടാവോ എന്താണ് ഇവിടെ സംഭവിക്കാനുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ ഒരു ക്ലാരിറ്റി വരും. ഇനി നമുക്ക് 1 ഹവറിലേക്കും സ്വിച്ച് ചെയ്യാം. 1 ഹവറിൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കാം. 1 ഹവറിൽ 1 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവൽ തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള സപ്ലൈ. കാരണം എന്താ, ഇവിടെയാണ് ഈ ബ്രേക്ക് ഔട്ട് തന്നെയാണ് 1 ഹവർ ഇമ്പൾസീവ് ആയിട്ടുള്ളത്. സോ അതിനുശേഷം 1 ഹവറിൽ എന്താണ്, ഇവിടെ ഒരു ഇൻറ്റേർണലി മൂവ്മെൻറ്റ് അല്ലേ, ഒരു ഹയറിൽ ഇവിടെ ഫോർമേഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, എഗെയിൻ റീടെസ്റ്റ് ചെയ്തു, എഗെയിൻ പുതിയൊരു ബ്രേക്ക് ഔട്ട് തന്നു, റീടെസ്റ്റ് ചെയ്തു, എഗെയിൻ ബ്രേക്ക് ഔട്ട് തന്നു, റീടെസ്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നല്ല രീതിയിലുള്ള ഈ ഒരു 4 ഹവറിൻ്റെ സോണിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂഷൻ 4 ഹവറിൻ്റെ കണ്ടിന്യൂഷൻ തന്നു, 1 ഹവർ ഇവിടെ ട്രാപ്പ് ചെയ്തു. അപ്പോൾ ഈ ബോർഡിൽ ഇന്റേണലി ഉള്ള മൊമെൻറ്റത്തിന് ഇവിടെ ട്രാപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ലാസ്റ്റ് 1 ഹവറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 1 ഹവർ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് 1 ഹവർ നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ 1 ഹവറിൻ്റെ വലിയൊരു പിക്ചർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡിമാൻഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഈ ഒരു ലെവലാണ്. 1 ഹവർ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഡിമാൻഡാണ്. ഓക്കെ, ഡിമാൻഡ് സോണാണ് 1 ഹവറിൽ കൺട്രോൾ ചെയ്യാം. നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം, ഡിമാൻഡാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഒരു ഫസ്റ്റ് ബൈയിങ് സോണായിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക ഇക്വിലിബ്രിയം ആണ് അല്ലേ. ഇക്വിലിബ്രിയം നമുക്ക് നോക്കാം. ഇപ്പോൾ 5th ലെവൽ എടുക്കുക. ഇതാണ് ഫസ്റ്റ് ലെവൽ. ഞാനത് നമ്മൾ നോർമലി മാർക്ക് ചെയ്യണം, ബ്ലൂ ലെവലായിട്ട് മാർക്ക് ചെയ്യാം. സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈ അടുത്തൊരു ഡിപ്പ് നമുക്ക് 1 ഹവറിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്, അടുത്ത ലോ ടൈം ഫ്രെയിം 15 മിനിറ്റ് അല്ലെങ്കിൽ 1 ഹവർ ആവാം, 30 മിനിറ്റ്സ് 30 മിനിറ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഏതാണോ ഹയർ ടൈം ഫ്രെയിം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻസ് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് അതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾ മാസ്റ്റർ ആവാം. 1 ഹവർ ചെയ്യുന്നവരുണ്ട്, 15. നമ്മുടെ മാർക്കറ്റിൽ കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു 1 ഹവർ നോക്കണം. അതിൻ്റെ ഒപ്പം കോർഡിനേഷൻ 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ആയിരിക്കും ബെറ്റർ ഹൈ ടൈം ഫ്രെയിം നമ്മൾ പ്ലാൻ എടുത്ത് കയറുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിലൊരു ബ്രേക്ക് ഔട്ട്, ലാസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട്.
അപ്സൈഡിലേക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കാണാം. സോ എപ്പോഴും എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ് ഇവിടെ ഒരു താഴേക്കൊരു മൊമെൻ്റ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും ആളുകൾ ഇങ്ങനെ വന്നിട്ടുള്ള കണ്ടീഷനിൽ ഓക്കെ ഇവിടെ ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. അപ്പോൾ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വരുന്ന ഡയറക്ഷന് ഇവിടെ വന്നപ്പോൾ എന്താണ് സ്ട്രെങ്ത് ഇല്ല അല്ലേ. സ്ട്രെങ്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ് ശരിക്കും സ്ട്രെങ്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന മൊമെൻറ്റം മാർക്കറ്റിന് ഇനിയും വോളിയത്തിൽ എന്ത് നടക്കണമെങ്കിൽ ബൈയിങ് നടക്കണമെങ്കിൽ ഈ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. അപ്പോൾ ഇവർക്ക് ഇത് എഗെയിൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇവർ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു 7000 ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്ലാൻ അവർക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ 7000 ഓർഡേഴ്സ് കൂടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവിടെ എന്താണ് ഇവർ ബൈ ചെയ്യണമെങ്കിൽ അവിടെ സെല്ല് ചെയ്യാനായിട്ട് എന്ത് വേണം? ആളുകൾ വേണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ 7000 ഓർഡേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരൊന്ന് സെൽ ഓഫ് ചെയ്ത് മാർക്കറ്റിനെ താഴേക്ക് ഡിപ്പ് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് മാർക്കറ്റ് ഈ പ്രോപ്പർ കറക്ഷൻ ഉണ്ടാവുന്നതും അല്ലേ. താഴേക്കുള്ളത് കറക്റ്റീവ് ഇങ്ങനെയുള്ള മൊമെൻ്റ് ആണെങ്കിൽ എന്താണ് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. സോ അതിന് താഴേക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ട്. സോ അവർക്ക് അവിടെ വേണ്ട ലിക്വിഡിറ്റി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതേപോലെ ഇവിടെയും ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. സോ അവർക്ക് വേണ്ട ഫ്യൂവൽ അവിടെ ഉണ്ടാവും. സോ അങ്ങനെ അവർ പുഷ് ചെയ്യുള്ളൂ. സോ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ഒരു വീക്ക്നെസ് ഇവിടെ കാണാൻ വേണ്ടി. ഇവിടെ നിന്ന് വലിയ കാര്യമായിട്ടുള്ള മൊമെൻറ്റം വരുന്നില്ല, കാരണം എന്താ അറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രക്ചറിലേക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെയും ലോയിനെയും നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇതൊരു കംപ്ലീറ്റ് അക്യുമുലേഷൻ അല്ലേ. ഇവിടെ ഒരു കംപ്ലീറ്റ്ലി റേഞ്ചാണ്. സോ ഇവിടെ ഒരിക്കലും റീടെസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പാടില്ല. സോ എഗെയിൻ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങോട്ട് വന്നിട്ടില്ല. മനസ്സിലായോ? എഗെയിൻ ഇത് എന്ത് ചെയ്തേക്കുക, ഇത് കറക്റ്റ് കണ്ടിന്യൂഷൻ ആണ്, ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ടാവും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റ പുഷായിട്ടാണ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. മനസ്സിലായോ? യെസ്. അപ്പോൾ ഈ പറയുന്ന 15 മിനിറ്റിൻ്റെ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് എവിടെയാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. 15 മിനിറ്റിൽ ഭയങ്കര നമ്മൾ ഈ പറയുന്ന ഇക്വിലിബ്രിയം 1 അവറിൻ്റെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുമ്പത്തെ ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ലോ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ഈ ഒരു ലെവലാണ്. കണ്ടോ? യെസ്, ഇതാണ് 15 മിനിറ്റിൻ്റെ എന്ത് കണ്ടീഷൻ. സോ 15 മിനിറ്റിലെ ബൈയിങ് ലെവൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി അടുത്തത് എന്താണ്? ഈ പുഷിൻ്റെ ഇക്വിലിബ്രിയം ഒന്നെങ്കിൽ 15 മിനിറ്റിൽ കണ്ടിന്യൂഷൻ ഉണ്ടാവാം അല്ലേ. അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് സ്റ്റോക്സിൻ്റെ കൺഫർമേഷൻ എടുത്തിട്ട് നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്കത് ഒരു കൺഫർമേഷൻ ആവും. നമ്മൾ സ്റ്റോക്ക് അനാലിസിസും കൂടെ വരുമ്പോൾ അതും കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. കാരണം പ്രോപ്പർ ഇതേപോലെ ഡിപ്പ് ചെയ്യാൻ എത്ര സ്റ്റോക്കുകളുണ്ട്, അവരിൽ എവിടെയൊക്കെ കൺഫർമേഷൻ ഉണ്ട് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ എന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിം പ്ലാൻ കിട്ടി അല്ലെ, വീക്കിലി പ്ലാൻ കിട്ടി, ഡെയിലി പ്ലാൻ കിട്ടി. ഡെയിലി എന്ത് സംഭവിക്കാൻ നിൽക്കുകയാണ്? റിജക്ഷൻ സോൺ ആണ്. സോ അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് അല്ലേ താഴേക്ക് വരാം, മാർക്കറ്റിൽ ചെറിയൊരു സെൽ ഓഫ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന ലെവലുകൾ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇക്വിലിബ്രിയം സോണാണ് ബെറ്റർ. ഇവിടെ നല്ല ഇംബാലൻസ് മാർക്കറ്റിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ടേക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ എന്നാലും ഞാൻ പറയുന്നു, നിങ്ങൾ കൺഫർമേഷൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ 15 ഡയറക്റ്റ് എൻട്രി ഇവിടെ കയറുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴേക്ക് നോക്കാവുന്നതാണ്. ഇവിടെ വരെയാണ് ഫസ്റ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം സോണാണ്. സോ അതിന് ഇവിടെ വരെ നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സോ മേലിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ LTF കൺഫർമേഷൻ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ LTF കൺഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലെവലിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. എഗെയിൻ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ മാർക്കറ്റ് ഉണ്ടാകാം. എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്നും താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ വരും, ഈ പറയുന്ന ഡിമാൻഡിലേക്ക് വന്നിട്ട് പുഷ് ചെയ്യാനുള്ള. സോ ഈ 2 പ്ലാനാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇതിൽ നമ്മൾ കൺഫർമേഷൻ നോക്കേണ്ട സോൺ എന്ന് പറഞ്ഞാൽ LTF. ഇവിടെ LTF നോക്കണം, കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം കയറണം. അപ്പോൾ എന്താണ് SL അടിക്കുന്ന കണ്ടീഷൻ ഉണ്ടാവില്ല. അപ്പോൾ കൺഫർമേഷൻ നോക്കി കയറിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കാം. നിങ്ങൾ ഏതാണ് LTF കൺസിഡർ ചെയ്യണം? LTF എന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുടെ പ്രീവിയസ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എൻട്രി മോഡൽ എന്ന് പറഞ്ഞൊരു വാച്ച് ലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് അവിടെ കൺഫർമേഷൻ നോക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ലോ ടൈം ഫ്രെയിം വേറെ ഒന്നുമില്ല. ഈ 15 മിനിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളിവിടെ 1 മിനിറ്റ് ആക്കിയാൽ അവിടെ എന്താണ് ഇതായിരിക്കും കണ്ടീഷൻ. സോ ഇവിടെ വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെ, ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ തന്നെ, സെല്ലറെ കൺട്രോൾ ചെയ്യുന്ന മാർക്കറ്റിനെ ബയ്യർ കൺട്രോൾ ചെയ്യണം. സോ എങ്കിൽ നമുക്ക് മേളിലേക്ക്
കണ്ടിന്യൂവേഷൻ നോക്കാവുന്നതാണ്. സോ ഇതാണ് നമുക്ക് 2 ലെവലുകൾ. ഞാൻ ഇവിടെയും എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാം. ഇക്വിലിബ്രിയം ബ്ലൂ തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. താഴെയുള്ള ഇക്വിലിബ്രിയം എന്താണ്? ഇതും ഇക്വിലിബ്രിയം ആണ്. ആരുടെ? 1 ഹവറിൻ്റെ. ഇത് 15 മിനിറ്റിൻ്റെ. ഡിമാൻഡ് ഇവിടെ ഉണ്ട്. സോ അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയത്തിൽ തന്നെയാണ് 1 ഹവറിൻ്റെ ഇക്വിലിബ്രിയത്തിൽ തന്നെയാണ് 15 മിനിറ്റിൻ്റെ ഡിമാൻഡ്. സോ ആ ഒരു സോണിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും നല്ല ട്രേഡ് ഏതായിരിക്കും? ഏറ്റവും നല്ല ട്രേഡ് എപ്പോഴും ഡിമാൻഡിലായിരിക്കും. സോ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന ലെവൽസ് പ്ലോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ് നമുക്കിനി എന്തായാലും നിഫ്റ്റിയിലേക്ക് പോകാം. നിഫ്റ്റി അടിപൊളിയായിട്ടല്ല, നല്ല സ്ട്രോങ് ആയിട്ടാണ് പുഷ് ചെയ്യണത് കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇനി നിഫ്റ്റി പുഷ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്വസ്റ്റ്യൻ, മാർക്കറ്റ് ഓൾറെഡി ഓട്ടം ബ്രേക്ക് ചെയ്ത് നിൽക്കല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യാനുള്ളത്? അവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ഇതിൽ വെയിറ്റേജ് സ്റ്റോക്സിനെ കൺസിഡർ ചെയ്താൽ മാത്രം മതി. ആ സ്റ്റോക്ക് ഇനി സ്ട്രോങ് ആണെങ്കിൽ ഇനി നിഫ്റ്റി പുഷ് ചെയ്യും അല്ലേ. സ്റ്റോക്ക് എവിടെയെങ്കിലും വീക്ക്നെസ് കാണിച്ചാൽ എന്താ, ടോപ്പ് 5 നിൽക്കുന്ന വെയിറ്റേജ് സ്റ്റോക്കിൽ 5 സ്റ്റോക്ക് എടുക്കുക. അതിൽ 3-4 സ്റ്റോക്കിൽ 1 ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ അഗ്രസീവായിട്ടുള്ള പുഷായിരിക്കും മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, വീക്കിലിയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ ഒരു ഡിപ്പ് തന്നിട്ടുണ്ട്. എന്നിട്ട് വേണം, അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊരു സിംഗിൾ അഗ്രസീവായിട്ടുള്ള ഒരു ബൈങ് ആണ് വീക്കിലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇലക്ഷൻ്റെ ക്യാൻഡിൽ. അറിയാവുന്ന കാര്യമാണ്, അതിലേക്ക് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പോൾ ഡെയിലിയിലേക്കാണ് നമുക്ക് ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇപ്പോൾ കറൻ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം. എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം. നമുക്കതെന്തായാലും പ്ലോട്ട് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് എപ്പോഴും മനസ്സിലാക്കുക, ബ്രേക്ക് ഔട്ടിന് ശേഷമുള്ള റീടെസ്റ്റിലാണ് നമ്മളെപ്പോഴും, അതിലേക്കാണ് നമ്മളെപ്പോഴും എൻട്രീസ് പ്ലാൻ ചെയ്യാം. സോ ഇവിടെ ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ എന്താണ്, ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി അല്ലേ, ഇവിടെ വന്നിട്ട് ഓൾറെഡി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇനി ഈ പറയുന്ന ലെവലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബൈങ് ലെവൽ അല്ലേ. അപ്പോൾ ഈ ഒരു ലെവൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് കറൻ്റ്ലി ഉള്ള മേജർ ഡിമാൻഡ് സോൺ, ഡെയിലി ടൈം ഫ്രെയിമിലെ ഡിമാൻഡ് സോൺ. കറൻ്റ്ലി ഡെയിലി കൺട്രോൾ ചെയ്യണത് ഡിമാൻഡ് സോൺ ആണ്. ഓക്കെ, നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. എഗെയിൻ നമുക്ക് 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്താൽ പ്രോപ്പറായിട്ട് കണ്ടു നല്ലൊരു ഇമ്പൾസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, അല്ലെ, നല്ല ഇംബാലൻസോടെയാണ് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ അടുത്തൊരു ബൈങ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ. അപ്പോൾ ഇത് നല്ലൊരു ബൈങ് സോണാണ്. ഇവിടെ നല്ലൊരു ഓർഡർ ബ്ലോക്കും നല്ലൊരു ഇംബാലൻസും മാർക്കറ്റ് ഉണ്ട്. സോ ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എഗെയിൻ നല്ലൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഡെയിലിയിലുണ്ട്, മനസ്സിലാക്കി വെക്കുക. സോ ഡെയിലിയുടെ മേജർ ലെവൽ നെക്സ്റ്റ് ഒരു ബൈങ് ലെവൽ കറൻ്റ്ലി ഉള്ള സിറ്റുവേഷനെ, നാളെ അടുത്ത ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ചേഞ്ചസ് വരും. സോ ഇതാണ് ഡെയിലി കണ്ടീഷൻ. ഡെയിലി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ മനസ്സിലാക്കി വെക്കാം. നമുക്കിനി 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യാം. 1 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ബ്രേക്ക് ഔട്ട് തന്നു അല്ലേ. 1 ഹവർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നു. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് വരും കേട്ടോ, 1 ഹവറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ ഈ ഡെയിലി നിങ്ങളൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് മേളിലേക്ക് എടുക്കുന്നുണ്ട്. സോ ഇതാണ് കറൻ്റ്ലി 1 ഹവറിൽ ഫസ്റ്റ് ബൈങ് സോൺ. 1 ഹവറിൻ്റെ പ്ലാനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പുഷിന് ശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് ഇതാണ് 1 ഹവറിൻ്റെ പ്ലാൻ. സോ ഇനി 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ 1 ഹവറിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം 15 മിനിറ്റിലേക്ക് പോയാൽ മതി. ഏകദേശം സിമിലറാണ്, രണ്ടും സെയിം ലെവലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഡിമാൻഡ് നിങ്ങൾ മറക്കണ്ട, ഈ പറയുന്ന 15 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. കാരണം 1 ഹവറിൻ്റെയും ഡെയിലി ടൈം ഫ്രെയിമിൻ്റെയും 15 മിനിറ്റിൻ്റെ ഡിമാൻഡ് സെയിം സോണിൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്തതാണ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അല്ലേ. കാരണം എന്താണ്, കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ആണ് ഈ പറയുന്ന സ്റ്റോക്സിൽ ബൈയിങ് നടന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മളുടെ കറൻ്റ്ലി പ്ലാൻ എന്ന് പറയുമ്പോൾ. ഇവിടെ ഈ ഒരു സോണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെയൊന്നും ഒരിക്കലും പോയിട്ട് റീടെസ്റ്റ് എടുക്കരുത്. കാരണം എന്താ, ഇവിടെ ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ഹൈനും ഈ ഒരു ലോയിനും ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ നല്ല അക്യുമുലേഷനാണ്. സോ നമുക്ക് നോക്കാം. ഇനി നമുക്കിവിടെ കൺഫർമേഷൻ വേണ്ട. സോ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻ രണ്ടുപേരുടെയും, ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി, അതേപോലെ നിഫ്റ്റിയുടെ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. അപ്പോൾ ബാങ്ക് നിഫ്റ്റി എവിടെയാണ് ബൈയിങ്, എന്താണ് പ്ലാൻ എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് അനാലിസിസിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. എന്താണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്, നമ്മൾ പറയുന്ന പോലെ ആണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. സോ നമ്മളുടെ
അപ്ഡേറ്റ്സ് നമ്മൾ ഈ പ്ലാൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് അറ്റ് എ ടൈം മാർക്കറ്റ് കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിൽ നമ്മൾ ത്രൂ ഔട്ട് എല്ലാ കാര്യങ്ങളും ഓൺ ടൈമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 2018 മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് എൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് നോക്കി കാണാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിൽ എല്ലാ പ്ലാനുകളും എല്ലാ ട്രേഡുകളും ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ത്രൂ ഔട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ കംപ്ലീറ്റ് ചെയ്യണില്ലുണ്ട്. സോ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് ഡിസ്കഷൻ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കമൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചാർട്ട് ഉണ്ടെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ചെയ്ത് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അത് മാത്രമല്ല സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേറൊരു കമ്മ്യൂണിറ്റി ഉള്ളതാണ്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അത് മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇൻട്രാക്റ്റീവായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ്. എല്ലാവരും മാർക്കറ്റിലേക്ക് വരുന്നത് എന്താണ്, പ്രോഫിറ്റ് എന്നുള്ള ഒറ്റ കാര്യം മാത്രം ആലോചിച്ചിട്ടാണ് വരുന്നത്. അത് ഓപ്ഷൻ ബൈങ്ങിലാവുമ്പോൾ പോസിബിൾ ആണോ എന്ന് വെച്ചാൽ പോസിബിൾ ആണ്. പക്ഷേ അത് നല്ല രീതിയിൽ നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. മനസ്സിലാവും? അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എല്ലാവരും മിനിമം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. ആ ഒരു കാര്യം കീപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ഈ പറഞ്ഞ ട്രേഡിംഗ് കരിയറിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസും അതേപോലെ പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ എങ്ങനെ മാനേജ് ചെയ്യണം, റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ പ്ലാൻസും ലെവൽസും എല്ലാവരും പ്ലോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ സ്റ്റോക്കിൻ്റെയും കൂടെ കണ്ടീഷൻ നമുക്കിനി സ്റ്റോക്കും കൂടെ നോക്കണം. എന്നാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഈ പറയുന്ന നിഫ്റ്റി ഇനിയും ബുള്ളിഷായിട്ട് പോകുമോ, ബാങ്ക് നിഫ്റ്റി പറയുന്ന പ്ലാനിലേക്ക് വരുമോ എന്നുള്ള പ്രോപ്പർ കൺഫർമേഷൻ നമുക്കവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സ്റ്റോക്കിലേക്ക് പോവാം. സോ സ്റ്റോക്കിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക. ഈ ഒരു അനാലിസിസ് കുറച്ച് ലെങ്തി ആവും. 1 അവറിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് സെക്കൻഡ് വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം. ഓക്കെ.